ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവിങ്ങിനിടയിൽ വണ്ടി പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഒരു വണ്ടി ഓടിപ്പോകുമ്പോൾ ഏത് ഗിയറിലാണ് വണ്ടി പോകുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ പല ആൾക്കാർക്കും വരാറുണ്ട്. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഗിയർ അപ്പോ ഡൗണോ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നു. നമ്മൾ പോകുന്ന ഗിയർ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗിയർ ഇടുന്ന സമയത്ത് നമുക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാകും. വണ്ടി ഓഫായി പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു വണ്ടി ഓടിക്കുന്ന ടൈമിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ നമുക്ക് ഏത് ഗിയറിലാണ് പോകുന്നതെന്ന് കൃത്യമായിട്ടും മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള ഒരു കുഞ്ഞു ട്രിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ വണ്ടി ഓടിക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഞാനിപ്പോൾ നമ്മുടെ വാഹനവുമായിട്ട് നിൽക്കുന്നത് ഒരു മെയിൻ റോഡിലാണ്. കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു ബിഗിനേഴ്സിനുള്ള ഏറ്റവും വലിയൊരു കൺഫ്യൂഷനാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഏത് ഗിയറിലാണ് വണ്ടി പോകുന്നതെന്നൊരു കൺഫ്യൂഷൻ വരും. ഇതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളൊരു ഗിയർ ഇട്ടിട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഏത് ഗിയറിലാണ് വണ്ടി പോകുന്നത് എന്നുള്ള ഒരു സംശയം തുടക്കത്തിൽ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഓരോ ഗിയറും കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് ഞാനിപ്പോൾ ഇവിടെ വണ്ടി ഓടിച്ച് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഇപ്പോൾ ഞാനിതേ വണ്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് എടുക്കുകയാണ്. നിങ്ങൾക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഓരോ ഗിയറിനെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു മെത്തേഡുണ്ട്. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ഗിയറിനെ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഞാനിവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇവിടെ ഒരു ടേൺ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഞാനിവിടെ ഇപ്പം ഇനി ആക്സിലറേഷൻ കൊടുക്കുകയാണ്. ആക്സിലറേഷൻ ഞാൻ കൊടുത്താലും ഒരു പരിധിക്കപ്പുറം വാഹനത്തിന് സ്പീഡ് കൂടത്തില്ല. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ആക്സിലറേഷൻ കൊടുക്കുന്നു, വണ്ടി പിടിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഗിയറിൻ്റെ ഒരു അവസ്ഥയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഓരോ ഗിയറിനെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ സെക്കൻഡിലിട്ടപ്പോൾ ഫസ്റ്റ് ഗിയറിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഗിയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചും കൂടെ വാഹനം സ്മൂത്ത് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ഫസ്റ്റ് ഗിയറിൽ കൊടുത്തപ്പോൾ കുറച്ച് നല്ല രീതിയിൽ കാല് കൊടുത്തിട്ട് വണ്ടിക്ക് വേഗതയില്ലായിരുന്നു. പക്ഷേങ്കിൽ സെക്കൻഡ് ഗിയറിൽ ഇട്ടിട്ട് ഞാൻ കാല് കൊടുത്തപ്പോൾ വണ്ടിക്ക് കുറച്ചും കൂടെ ഒരു സ്മൂത്ത്നെസ് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ സെക്കൻഡ് ഗിയർ എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള ഒരു ഗിയറാണ്. നമ്മൾ ആക്സിലറേഷൻ കൊടുത്തു പോകുന്ന സമയത്ത് വണ്ടിക്കകത്ത് ആ ഒരു കട്ടി നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്തും വണ്ടി ഓടിക്കുന്ന സമയത്തും ഫീൽ ചെയ്യും. അതാണ് സെക്കൻഡ് ഗിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഗിയറിനെ കുറിച്ച് നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. അപ്പം നിങ്ങൾ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നതെന്ന് ചിലപ്പോൾ ഇട്ടിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ആ ഗിയർ ഓർമ്മയിൽ കിട്ടുന്നില്ലെങ്കിൽ നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടിക്ക് ഒരു പിടുത്തം ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക നമ്മൾ പോകുന്നത് സെക്കൻഡ് ഗിയറിലാണ്. ഓക്കെ, ഇനി ഞാനിത് വണ്ടിക്ക് വീണ്ടും മൂവ് ആക്കിയിട്ട് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. വണ്ടിക്ക് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, തേർഡിലേക്ക് ഇടുന്നു. തേർഡിലേക്ക് ഇട്ടപ്പോൾ സംഭവിച്ചത് വണ്ടി കുറെ കൂടെ സ്മൂത്തായി, അതായത് വണ്ടിയുടെ പിടുത്തം നല്ല രീതിയിൽ കുറഞ്ഞു. ഇപ്പം നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്തും വണ്ടി നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ്സ് ആണ് വണ്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, ഇപ്പോൾ നല്ല മൂവ്മെൻറ്റ്സിലാണ് പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഫ്രണ്ടിലായിട്ടൊരു ആപ്പേ പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് നല്ല രീതിയിൽ പോകാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇതുപോലെ ഒരു മുന്നിലൊരു വണ്ടി പോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ വണ്ടിയുടെ ഗിയർ ഒന്ന് ഡൗൺ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ ഏത് ഗിയറിലാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ കാല് കൊടുക്കുമ്പോൾ ഒരുവിധം സ്മൂത്ത്നെസ് ആണെങ്കിൽ ഓർക്കുക നമ്മൾ പോകുന്നത് തേർഡ് ഗിയറിലാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എളുപ്പത്തിൽ നമ്മൾ പോകുന്നത് തേർഡിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് ഇതുപോലെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം. അപ്പോൾ തേർഡ് ഗിയർ എന്ന് പറയുന്നത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ആണെന്ന് നിങ്ങൾ കൃത്യമായിട്ടും ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, തേർഡിലേക്ക് ഇടുന്നു. ഓക്കെ, തേർഡ് ഗിയറിൽ വാഹനം പോവുകയാണ്. നല്ല സ്മൂത്ത്നെസ് ആയിട്ട് ഇപ്പോൾ വണ്ടി ഇങ്ങനെ പോകുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഫോർത്ത് ഗിയറിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കും. വണ്ടിക്ക് മൂവ് ആക്കുന്നു, നാലാമത്തെ ഗിയറിലേക്ക് ഇട്ടു. ഇപ്പോൾ നാലാമത്തെ ഗിയറിലേക്ക് ഇട്ട കഴിഞ്ഞപ്പോൾ നാലാമത്തെ ഗിയറിലേക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്നത് പറയുന്നത് വണ്ടിക്ക് ഒരു തരത്തിലുള്ള പിടുത്തവും ഇല്ല. അതായത് വണ്ടി നല്ല രീതിയിലുള്ള സ്മൂത്തായി, ചെറിയൊരു ഇറക്കമാണ് പോകുന്നത്. ഞാൻ ഈ സമയത്ത് ആക്സിലറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ആവറേജ് വണ്ടിക്ക് നല്ല രീതിയിലുള്ള റണ്ണിങ്ങും ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ പോകുന്നത് ടോപ്പ് ഗിയറിലാണ്, അതായത് ഫോർത്ത് ഗിയറിലാണ്.
വാഹനത്തിന് നല്ല മൂവ്മെൻറ്റ്സും ഉണ്ട്, ഒരു തരത്തിലുള്ള പിടുത്തവും ഇല്ല, ഒരു സ്മൂത്ത്നെസ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പോകുന്നത് 4th ഗിയറിലാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ വേഗത ഒന്ന് കുറയ്ക്കേണ്ട സിറ്റുവേഷൻ വരുന്നു. ഇപ്പോൾ ഇങ്ങനെ 4th ഗിയർ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഏത് ഗിയറിലാണ് പോകുന്നത് എന്നൊരു സംശയം വരുവാണ്. ഇപ്പോൾ ഇതിവിടെ മുന്നിലായിട്ടൊരു കയറ്റം വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പോകുന്നത് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ അറിയാം നല്ല രീതിയിലുള്ള സ്മൂത്ത്നെസ്സിലാണ് നമ്മുടെ വണ്ടി പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് ഗിയർ ഒന്ന് ഡൗൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ എന്ത് ചെയ്യുക, 4th താഴെ കിടക്കുന്നു എന്ന് നമുക്ക് പെട്ടെന്ന് പിടികിട്ടിട്ട് ക്ലച്ച് പിടിച്ച് നമുക്കിത് ഗിയർ നോക്കാതെ തന്നെ 3rd ഗിയറിലേക്ക് കൃത്യമായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് മുന്നിലൊരു വണ്ടി പോകുന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ വേഗതയ്ക്ക് അനുയോജ്യമായിട്ട് നമ്മുടെ വണ്ടിയുടെ വേഗത നമുക്ക് ആക്സിലറേഷൻ കൊടുത്ത് ഗിയർ ലിവർ നോക്കാതെ തന്നെ ഓരോ ഗിയറിനെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇപ്പോൾ 3rd ഗിയറിലാണ് വണ്ടി പോകുന്നത്, അത്യാവശ്യം ചെറിയ രീതിയിലുള്ള സ്മൂത്ത്നെസ്സേ ഉള്ളൂ. നമ്മുടെ വണ്ടിയുടെ വേഗതയൊന്ന് കുറയ്ക്കേണ്ട ഒരു സിറ്റുവേഷനാണ് വരുന്നതെങ്കിൽ ഓർക്കുക നമ്മൾ 3rഡിലാണ് പോകുന്നതെന്ന് ഇതുപോലെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡ് ഇടാം. സെക്കൻഡിലേക്ക് ഇട്ടപ്പോൾ വണ്ടിയുടെ വേഗത കുറച്ചും കൂടെ കുറഞ്ഞു, നല്ല രീതിയിലുള്ള ഒരു ഗിയറിൻ്റെ പിടുത്തം വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം സെക്കൻഡിലേക്ക് നമ്മുടെ ഗിയർ കറക്റ്റായിട്ട് വീണിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. എന്നിട്ട് വീണ്ടും നമുക്ക് വണ്ടിയുടെ വേഗത കുറയ്ക്കണമെങ്കിൽ ക്ലച്ച് പിടിക്കുക, 1st ഗിയറിലേക്ക് ഇടുക. ഇട്ട സമയത്ത് വണ്ടിക്ക് നല്ല രീതിയിലുള്ള ഒരു പിടുത്തമാണ് വന്നേക്കുന്നത്. നിങ്ങൾ നോക്കുക, നല്ല രീതിയിലുള്ള പിടുത്തം. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് ഓരോ ഗിയറുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. 1st ഗിയർ എന്ന് പറഞ്ഞാൽ നല്ല പിടുത്തം കൂടിയ ഗിയറാണ്, ഒരു പരിധിക്കപ്പുറം സ്പീഡ് കിട്ടത്തില്ല. 2nd ഗിയർ എന്ന് പറഞ്ഞാൽ 1st ഗിയറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ സ്മൂത്ത്നെസ് വരുന്ന ഗിയറാണ്, എന്നാൽ ഒരുവിധം പിടുത്തം 2nd ഗിയറിനും ഉണ്ട്. എന്നാൽ 3ഡിലേക്ക് നമ്മൾ ഇടുന്ന സമയത്തോ വണ്ടി കുറേ കൂടെ സ്മൂത്ത് ആകുന്നു, വണ്ടിയുടെ വേഗത കൂടുന്നു, നമുക്ക് ഒരുപാട് കട്ടിയോ പിടുത്തോ ഒന്നും തോന്നുന്നില്ല. അതാണ് 3rd ഗിയർ. ഇനി 4ത്തിലേക്ക് വരുന്ന സമയത്തോ വണ്ടിക്ക് നല്ല രീതിയിലുള്ള ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നു, ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടി പോകുന്നു, ഒരു തരത്തിലുള്ള പിടുത്തവും ഫീൽ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ പോകുന്നത് 4th ഗിയറിലാണെന്ന്. ഇനി നമ്മൾ 5ാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇത് കുറേ കൂടെ സ്മൂത്ത്നെസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡ്രൈവിങ്ങിനിടയിൽ ഓരോ ഗിയറിനെയും മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഗിയറും കൃത്യമായിട്ടും ഡ്രൈവിങ്ങിനിടയിൽ ഗിയർ ലിവർ നോക്കാതെ തന്നെ ഏത് ഗിയറിലാണ് നമ്മുടെ വണ്ടി പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗിയർ ഡൗൺ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഞാൻ 4ത്തിലാണ് പോകുന്നത്, ഇവിടെ ഒരു ജംഗ്ഷൻ വന്നു, ബ്രേക്കേ വരുന്നു, എൻ്റെ വണ്ടിയുടെ വേഗത കുറയുന്നു, വണ്ടി നല്ല സ്മൂത്ത് ആയിട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയാൽ ക്ലച്ച് പിടിച്ചിട്ട് 3ഡിലേക്ക് ഇടാം. കണ്ടോ, ഈസി ആയിട്ട് ഇടാം. ഇനി വീണ്ടും ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് മുന്നിലൊരു വണ്ടിയുണ്ട്, എൻ്റെ വണ്ടിയുടെ വേഗത തീർത്തും കുറയുന്നു, അത്യാവശ്യം പോകുന്ന സ്മൂത്ത്നെസ്സിലാണ്, ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു പരിധിക്കപ്പുറം പോകുന്നില്ലെന്ന് തോന്നിയാൽ നമുക്ക് മനസ്സിലാക്കാം 3ഡിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ 2nd ഗിയറിലേക്ക് ഇടാം. അപ്പോൾ 2ഡിൽ പോകുമ്പോഴും വീണ്ടും നമുക്കിതുപോലെ തന്നെ 1st ഗിയറിലേക്ക് ഇടാം, 3ഡിലേക്ക് ഇടാം. അപ്പോൾ ഇങ്ങനെ ഓരോ രീതിയിലും നിങ്ങൾക്ക് കൃത്യമായിട്ടും ഗിയറിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിനിടയിൽ തന്നെ ഓരോ ഗിയറും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഇനി ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കുക, വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ തന്നെ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.